ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ എപ്പിസോഡ്. ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങളാണ്. ഇതാണ് നമ്മളെ രണ്ട് ഡോക്ടേഴ്സ്. പകുതി വേദന മാറിയിട്ട് ഞാൻ നിൽക്കുന്നത്. ഈ ഫേസ് പാക്ക് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞിട്ട് ചൂടോട് കൂടി ഒരു ഡ്രിങ്ക് സൂപ്പർ. ഹലോ ഓൾ, അപ്പോൾ ഞാനിന്നുള്ളത് എൻ്റെ പോസ്റ്റ്നേറ്റൽ സെൻറ്ററിലാണ്. അതായത് നിഹാര ആയുർ കെയർ എന്നാണ് ഈ ഒരു പോസ്റ്റ്നേറ്റൽ സെൻറ്റർ എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ്. അത്യാവശ്യം നല്ല ഗ്രീനറിയും കാം ആൻഡ് പീസ് ആയിട്ടുള്ളൊരു കിടിലൻ പ്ലേസ്. എനിക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഞാനൊരു 30 ഡേയ്സിൻ്റെ പാക്കേജാണ് എടുത്തിട്ടുള്ളത്. ഇന്ന് ഞാൻ വന്നിട്ട് ഓൾമോസ്റ്റ് 1 വീക്ക് കഴിഞ്ഞു. ഇനിയും കുറേ പൊടിക്കിഴി, ഇലക്കിഴി, അങ്ങനെ പല പല ട്രീറ്റ്മെൻറ്റ്സാണ് നമുക്ക് ഓരോ ദിവസം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 30 ഡേയ്സ് ആകുമ്പോൾ അതിൽ പല ദിവസങ്ങളിലും പല ട്രീറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ആവുന്നുണ്ട്. ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങളാണ്. ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ഉണ്ടാവും. ആ ടൈമിങ്ങിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നിഹാരയിൽ ഒരു 10 to 11 റൂംസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടിയിലും മേലെയൊക്കെ ആയിട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് താഴെ തന്നെയാണ്. സോ നമുക്ക് സെപ്പറേറ്റ് സിറ്റ് ഔട്ടും ഒക്കെ ഉണ്ട്. കണ്ടോ, കൂടുതൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ പോസ്റ്റ്നേറ്റൽ സെൻറ്ററിൽ 24 hours ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ചാർട്ട് ചെയ്തിട്ടുണ്ടാകും ഓരോ ദിവസം എത്ര സമയത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി അവരെടുത്തിട്ടായിരിക്കും നമുക്കുള്ള പ്രോസസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടാവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ്ലി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എൻ്റെ ബോഡി കംപ്ലീറ്റ് നീരായിരുന്നു. കുറേ സ്ഥലത്ത് പെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ലെഫ്റ്റ് സൈഡ് ലെഗ് ഒക്കെ കംപ്ലീറ്റ്ലി പെയിൻ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ ഈ 7 ഡേയ്സിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് കുറേ സ്ഥലത്ത് നീരും പോയി. എൻ്റെ പകുതി വേദനയും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 30 ഡേയ്സ് ആകുമ്പോഴത്തേനും എല്ലാം കൂടി 30 ഡേയ്സ് ഫിനിഷ് ആകുമ്പോഴത്തേനും എൻ്റെ ഫുൾ പെയിൻ മാറുമെന്നാണ് അവർ ഗ്യാരണ്ടി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 7 ഡേയ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ എൻ്റെ ബോഡിയിൽ കാണുന്നു. ഇപ്പോൾ രാവിലെ തന്നെ കൊച്ചിൻ്റെ ബേബി ബാത്തൊക്കെ കഴിഞ്ഞ് ആളത് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പം എൻ്റെ സമയമായിരിക്കുകയാണ്. ഞാൻ 10:45 ഇന്ന് ടൈം എടുത്തിരിക്കുന്നത്. നമുക്ക് 9:30 എടുക്കാം, 7 എടുക്കാം, 8 എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. 1.5 hours ആണ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ്. 1 hour ട്രീറ്റ്മെൻറ്റും ഹാഫ് ആൻ അവർ നമുക്ക് ആഫ്റ്റർ ബാത്തിന് ശേഷമുള്ള വയറ് കെട്ടലും മുടി പുകച്ചിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിന് പറ്റിയിട്ടുള്ളതും ആഫ്റ്റർ കെയറിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 6 times ആണ് ഫുഡ് വരുന്നത്. ഫുഡ് ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ പ്രത്യേകിച്ച് ഇവിടെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട്. നല്ല ഏരിയ ഉള്ള ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കുട്ടികൾ വന്നു കഴിഞ്ഞാലും കളിക്കാനായിട്ടൊരു ചെറിയ പാർക്ക്, നടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ മോള് വന്നാൽ ഫസ്റ്റ് ഓടെ പാർക്കിൽ കാണാം. അതെ, പാർക്കിൽ കളി കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇതിലും. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഇന്നലെ തന്നെ ഫ്രൈഡേ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് എത്തി. പിന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് ബേബിനെ കാണാനും പിന്നെ പാർക്കിൽ കളിക്കാനാണ് വരുന്നത്. കണ്ടോ, സ്പേസ് കേട്ടോ, ഫുൾ ഒരു കുടുംബം സ്ഥലങ്ങളാണ് കംപ്ലീറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് വേണം പോകാനായിട്ട്. കവറിൽ പിടിച്ചിട്ട് പോയാൽ മതി. എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് വേണം പോകാനായിട്ടും. ഞാൻ ഒരു 10:45 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബേബിനെ ഫീഡൊക്കെ ചെയ്ത് ഉറക്കിയിട്ടുണ്ട്. മുള്ള കാരണം നോക്കി ഹാൻഡിൽ ചെയ്തോളൂ. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പോവാം. മസാജ് ചെയ്യണത് അവിടെ. അവിടെ ഡോക്ടർ റൂം. ഡോക്ടർ, ഇതാണ് നമ്മളെ രണ്ട് ഡോക്ടേഴ്സ്. ഇത് ഡോക്ടർ ജയലക്ഷ്മി, ഇത് ഡോക്ടർ അഖിലയാണ്. ഇവർ രണ്ടുപേരും എൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എടുത്തിട്ടാണ് എൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെയിലി നമ്മളുടെ വിശേഷങ്ങൾ ചോദിക്കും, നമ്മൾ BP ചെക്ക് ചെയ്തും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് റൂമിലേക്ക് പോകുന്നത്.
അപ്പോൾ നമുക്കിനി തുടങ്ങാം. അല്ല ഇന്നലെ കുറച്ച് പേരുണ്ടായിരുന്നു, ഗുളിക ഉണ്ടല്ലോ രാത്രി കഴിക്കണം, അത് മതി. എപ്പോഴും കഷായം കുറഞ്ഞോളൂ കേട്ടോ. ഇപ്പൊ സ്റ്റീമല്ലേ ഇനിയും കിടക്കണേ ഓരോ. ഹലോ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് റൂം. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ എല്ലാ ട്രീറ്റ്മെന്റ്സും മസാജസും എല്ലാം നമ്മൾ ചെയ്യുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു പരുവാക്കും നമ്മളുടെ ബോഡിയിലുള്ള എല്ലാ വേദനകളും ഇവർ കണ്ടുപിടിക്കുന്നത് ഈ പാത്തിരി എടുത്തിട്ടാണ്. പിന്നെ എന്നെ വന്നപ്പോൾ മുതൽ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഈ 2 തെറാപ്പിസ്റ്റുകളാണ്. ഇത് നേഹ, ഇത് ജാസ്മിൻ. ഇവരാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന എല്ലാ നീരുകളും കണ്ടുപിടിച്ചത് ഇവരാണ്. കാരണം എനിക്ക് പോലും പല സ്ഥലങ്ങളിലും നീരുകളേക്ക് അറിയില്ലായിരുന്നു. ഇവർ തന്നെ മസാജ് ചെയ്ത് ഇവർ തന്നെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മളെ കിടന്ന് വേദന കൊണ്ട് അത് ഇവർക്ക് നല്ലോണം അറിയാം. അപ്പൊ അടിപൊളിയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ എന്നെ പേഴ്സണലി ചെയ്തുകൊണ്ടല്ല, ഇവർ അടിപൊളി തെറാപ്പിസ്റ്റുകളാണ്. കാരണം ഇവര് മസാജസിൽ ഇപ്പൊ എനിക്ക് നിൽക്കുമ്പോൾ എൻ്റെ പകുതി വേദന മാറിയിട്ടേ ഞാൻ നിൽക്കുന്നു. അപ്പോൾ ചുമ്മാ ഇതെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് മെയിൻ തെറാപ്പിസ്റ്റുകളുടെ അവരുടെ കൈ മാജിക്കൽ ഹാൻഡ് കൊണ്ടാണ്. അപ്പോൾ ഈ 2 പേരെ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യാണ്. ഇവിടെ വരികയാണെങ്കിൽ നിഹാരിലേക്ക് വരികയാണെങ്കിൽ നേഹയും ജാസ്മിനും ഈ കോമ്പിനേഷൻ എടുക്കണം കേട്ടോ. ഇത് വേറൊരു കോമ്പിനേഷനാണ്. ഇവർ മെസ്സാജസും അടിപൊളിയാണ്. ഇവർ വർത്താനം എന്റർടൈൻമെന്റ്സും ഇവരൊക്കെ കൊണ്ടുണ്ട്. നമുക്ക് ആ ഒരു ബോഡി എന്റർടൈൻമെന്റ് എന്താ ട്രീറ്റ്മെന്റ് സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ? സംസാരിക്കില്ല എന്താ നല്ല കുത്തുമണീസാണ്. പിന്നെന്താ അതെ ഇന്ന് സ്റ്റീം ബാത്ത് ഉണ്ട്. പിന്നെന്താ ഇതിന് വരുമ്പോ ശിരോധാര, ഈ തലയില് ഇട്ടേക്കുന്ന സാധനമില്ലേ ശിരോധാരയാണ്. സ്റ്റാർട്ടിങ്ങില് എനിക്ക് ഇവർ ചെയ്യാറുള്ളത് വന്ന ഉടനെ തന്നെ ഹെഡ് മസാജ് ഉണ്ട്. ഓയിൽ ഇട്ടിട്ട് നല്ലോണം അവർ ഹെഡ് മസാജ് ചെയ്യും. ഒരു 5 മിനിറ്റ്സ് ഹെഡ് മസാജ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളവിടെ കെട്ടിയതിന് ശേഷം ഫേസിൽ ഒരു ഫേസ് പാക്ക് ഇട്ട് തരും. ഫസ്റ്റ് ഒരു ഓയിൽ വെച്ചിട്ടൊരു ഫേസ് മസാജ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഇട്ട് തരും. അത് കഴിഞ്ഞിട്ട് തുടങ്ങും. എൻ്റെ പൊടിക്കിഴി ഉണ്ടായിരുന്നു, ഇലക്കിഴി ഉണ്ട്. ഇപ്പോൾ സ്റ്റീം ബാത്തും ഫുൾ ബോഡി മസാജും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു 30 days എടുത്താൽ കൊള്ളാം. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് 30 days ഞാൻ പറയുള്ളൂ. ബാക്കിയൊക്കെ ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ അത്യാവശ്യം നമുക്ക് ബോഡിക്ക് ഒരു ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് 30 days തന്നെ കിട്ടണം. കാരണം എനിക്ക് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പൊ തന്നെ പകുതി പോലും ആയിട്ടില്ല ഞാൻ വന്നിട്ട്. എന്നാൽ ഈ സമയം കൊണ്ട് തന്നെ എൻ്റെ കുറേ വേദനകൾ ഒരാശ്വാസമായിട്ടുണ്ട്. അത് ഇത്രയും ദിവസത്തെ കിഴി ട്രീറ്റ്മെന്റ് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 30 days പറയുന്നത്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഞാൻ പറഞ്ഞില്ലേ ഫേസിലേക്ക് ഒരു പാക്ക് ഉണ്ട്, അതുപോലെ തന്നെ ബോഡിക്ക് ഒരു ഓയിൽ ഉണ്ട്. ഇത് എന്ത് ഓയിലാണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനാന്തരവും പിണ്ണത്തൈലവും മിക്സ് ചെയ്തിട്ട് ബോഡി പറ്റുന്നതാണ്. ഇതാണെങ്കിൽ നീരൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ മാറ്റി. ഇത്രയും ദിവസം എനിക്ക് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ ടൈമിൽ നമുക്ക് കർപ്പൂരമായിട്ട് തൈലവും ധനാന്തര തൈലവും മിക്സ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഇത് ധനാന്തരവും പിണ്ണത്തൈലവും. നമ്മുടെ ഡോക്ടറുടെ റെക്കമെൻഡേഷൻ വഴിയാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. ഇവരാണ് ഡോക്ടർ എഴുതും, ഇവരാണ് എന്നെ തെറാപ്പി ചെയ്യുന്നത്. നമ്മള് ഫേസിൽ എന്താ ജാസ്മിൻ യൂസ് ചെയ്യുന്നത്? ഫേസിൽ നമ്മൾ ഏലാതി ഓയിൽ ചെയ്യുന്ന പിമ്പിൾസ് പോകാനും പിന്നെ ബ്ലാക്ക് ഇട്ട് പോകാൻ വേണ്ടി, പിന്നെ മുഖം നല്ല ഇടത്തേക്ക് വെളുക്കും, അങ്ങനത്തെ കുറച്ച് പാടുകളൊക്കെ പോകും. പിന്നെ നമ്മൾ ഫേസ് മസാജ് ചെയ്തതിന് നമ്മൾ തുടയ്ക്കും, ടിഷ്യൂ തുടയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ
മുഗാന്തിയാണ് ഇടുന്നത്. അത് മിക്സ് അല്ലേ മുഖാന്തിയുടെ? റോസ് വാട്ടറും മുഗാന്തിയും മിക്സ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റിൽ ഇടുന്ന ഏലാച്ചി ചൂർണം. നമുക്ക് പ്രസവം കഴിഞ്ഞിട്ട് ഫുൾ ബ്ലാക്ക് ഒക്കെ ആകുമ്പോ അത് മല്ല മാറാൻ വേണ്ടിയാണ് നമ്മള് ഏലാച്ചി ചൂർണം. അത് ഒരു 17-18 ദിവസമൊക്കെ ആകുമ്പോൾ പകുതി മുക്കാനും ബ്ലാക്ക് ഒക്കെ നല്ല മാറും. ഈ ഫേസ് പാക്ക് എന്തായാലും അടിപൊളിയാണ്. ഞാൻ നിങ്ങളിപ്പോ ഇതിൽ കാണുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ വന്നപ്പോ ശരിയല്ലേ, അത്യാവശ്യം ഒരു ബ്ലാക്കും ഒരു അൺഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരുന്നു. ഇന്നലെ തന്നെ എനിക്ക് ജാസ്മിൻ പറഞ്ഞോളൂ ഫേസ് ഒക്കെ ഒന്ന് ശരിയായിട്ടുണ്ടെന്ന്. ഞാൻ ഇപ്പോൾ വന്നിട്ട് 11-12 ദിവസമായിട്ടുള്ളൂ. ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് നല്ല വ്യത്യാസം എൻ്റെ ഫേസിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തായാലും മുഖാന്തി അടിപൊളിയാണ്, ഇവിടുത്തെ എല്ലാം അടിപൊളിയാണ്. ഫേസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും, ബാക്കി ശരീരം നമുക്ക് ഓപ്പൺ ആയിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. എല്ലാ ഭാഗവും എന്തായാലും മിനിങ്ങി വരുന്നുണ്ട്. അടുത്തത് നമ്മളുടെ സ്ട്രെച്ച് മാർക്സ് പോകാനായിട്ട് ഒരു അടുത്തൊരു പാക്ക് നമ്മളുടെ ഒരു വയറിന്റെ ഭാഗത്തായിട്ട് ഇട്ട് തരുന്നുണ്ട്. അത് ഇത് തിണ്ടതൈലം നമ്മൾ ഇവിടെ മഞ്ഞൾ വെച്ചിട്ട് പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരു 18-10 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മുടെ സിസ്റ്റമൊക്കെ നല്ല കുറയും. ബ്ലാക്ക് ആണെങ്കിൽ തന്നെ അത് കുറച്ച് ദിവസം കഴിയും. വൈറ്റ് ആണെങ്കിൽ പോകാൻ ഭയങ്കര പാടായിരിക്കും. എന്നാലും മാക്സിമം ഒരു 30 ദിവസം ഡേയ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ തേച്ചിന് നല്ല റിസൾട്ട് അറിയാനാണ്. നെക്സ്റ്റ് എന്റെ ഹെഡ് മസാജിന് യൂസ് ചെയ്യുന്ന ഓയിലാണ്. എന്താ അത്? ഇതെന്ന് പറഞ്ഞാൽ ട്രിപ്പിലാദി ഓയിലാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് നല്ലൊരു നല്ലതാണ്. അതിനുശേഷം ഹെഡ് മസാജ് കഴിഞ്ഞിട്ട് നമ്മള് നാരങ്ങ നീരും രാസ്നാദിയും ഇട്ടിട്ട് നമ്മൾ തല വയ്ക്കും. ഇതാണ് നമ്മൾ ഹെഡിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവര് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തരും. സ്റ്റാർട്ടിങ് ഒരു ഗ്ലാസ് വെള്ളം തരും, മിഡിൽ ആകുമ്പോഴത്തേനും പകുതി ആകുമ്പോഴത്തേനും അടുത്ത ഗ്ലാസ് വെള്ളം തരും, കഴിയാറാകുമ്പോഴത്തേനും ഒരു ഗ്ലാസ് വെള്ളം തരും. ഇനി കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹെർബൽ ഡ്രിങ്ക് ഉണ്ട്, അത് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇവർ ചെയ്തു തരുന്നത്. പിന്നെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അത് നമ്മൾ പോലത്തെ ബുദ്ധിമുട്ടനുസരിച്ചിട്ടിരിക്കും ബാക്കിയുള്ള റെക്കമെൻഡേഷൻ അല്ലേ. ഇപ്പൊ പ്രസവരക്ഷയ്ക്ക് ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഓൾറെഡി വീഡിയോ എടുത്ത് കുറച്ച് സമയം വൈകിട്ടുണ്ട്, നമുക്ക് എന്തായാലും തുടങ്ങാം. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിറങ്ങിയിട്ടാണ് ഞാൻ ഇനി വരുള്ളൂ. അതുവരെ എന്നെ ഇവിടെ അവരെന്നെ തിരുമ്പി എന്നെ അങ്ങോട്ട് മീന മസാല തേച്ചിട്ട് കയറ്റിയിരുത്തുന്ന ഒരു സംഭവമാണ് എന്താ ഈ സ്റ്റീം ബാത്ത്. കറക്റ്റാണ്, ഒരു മീൻ മസാല ഇട്ടിട്ട് നമ്മളിങ്ങനെ വേവിക്കാൻ വെക്കുന്നത് പോലെയാണ് സ്റ്റീം ബാത്തിലിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇരുന്നത്, നല്ല അടിപൊളിയായിരുന്നു. ഇരുന്നപ്പോൾ തന്നെ ഇവര് പറഞ്ഞു തല കറങ്ങുന്നുണ്ടെങ്കിൽ പറയണമെന്നുള്ളത്. അതിന്റെ എക്സാക്ട് പോയിന്റ് എനിക്ക് മനസ്സിലായില്ല. കറക്റ്റാണ്, ഞാൻ ഒന്ന് എണീറ്റപ്പോൾ അതിന് മുമ്പ് എൻ്റെ മുമ്പ് മിന്നി. പക്ഷെ അത് ഫസ്റ്റ് ടൈം മാത്രമേ നമ്മൾ സെക്കൻഡ് ടൈം ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ബോഡി മസാജ് ഫുൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു 5 to 10 മിനിറ്റ്സോളം നമ്മൾ ഈ സ്റ്റീം ബാത്തിൽ ഇരുത്തും. അപ്പോൾ ഇതൊന്നും നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് എല്ലാം ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ ഇനി തുടങ്ങട്ടെ, ഇനി സമയം വൈകും. ഇനി കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, എന്നെ പുഴുങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞാല് ഇത് മൊത്തം ഒഴിപ്പിച്ചുണ്ടാക്കും. കുക്കറിനകത്തിരിക്കണ ഉള്ളു എന്തായാലും കൊള്ളാം. നമ്മളെ നീരൊക്കെ ഇങ്ങനെ ആവിയായിട്ട് പോവാന്ന് പറയും, അത് അടുത്ത് നടന്നുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഒരു വെള്ളത്തുണിയും മുടിയിലൊക്കെ പഞ്ഞിയെടുത്തോന്ന് പറഞ്ഞൊരു അവസ്ഥയാവും. അപ്പോൾ നല്ല താളി പയറ് ഇഞ്ചൊക്കെ വെച്ചിട്ടുള്ള തേച്ചുരച്ച് കുളി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആഫ്റ്റർ ബാത്ത് കെയറിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആ സാധനം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഒരു 10-15 മീറ്ററോളം തുണിയാണ്. ഇതാണ് നമ്മളെ വയറ് കെട്ടുന്ന തുണി. അതിൽ ഇവർ രണ്ടുപേരുടെയും സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് കെട്ടാൻ നേഹ സൂപ്പറാണ്, എന്നാൽ തിരുമ്പുമ്പോൾ നമ്മളുടെ മസിലുകൾ പിടിച്ചുടയ്ക്കാൻ ജാസ്മിൻ അടിപൊളിയാണ്. അതാണ് നമ്മൾ ഈ 2 കോമ്പിനേഷനാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഒരു കണ്ടുപിടിച്ചുടയ്ക്കുന്നതാണ്. എന്നാണ് ജാസ്മിനും കെട്ടി വയറ് നമ്മളുടെ സെറ്റപ്പാക്കി പാക്ക് ചെയ്യുന്നത് നേഹയാണ്. അപ്പോൾ ഈ സാധനം വെച്ചിട്ടാണ് ഇത് നമ്മൾ വയറ് കെട്ടാൻ പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ടിരിക്കും, വൈകുന്നേരം വരെ നമ്മൾ ഇനി ആ ഭാഗം ഇണങ്ങില്ല. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ഹെർബൽ ഡ്രിങ്ക്. ഇവര് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം തരും, ട്രീറ്റ്മെന്റ് പകുതി വെച്ചിട്ടും ഒരു ഗ്ലാസ് വെള്ളം തരും, കഴിയുമ്പോഴും ഒരു ഗ്ലാസ് വെള്ളം തരും. സ്റ്റീമിങ് ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം തന്നു. ഇനി എൻ്റെ ആഫ്റ്റർ ബാത്ത് കഴിഞ്ഞപ്പോൾ ഇതേ ഹെർബൽ ഡ്രിങ്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മൊത്തം പേരിൽ കുടിക്കണം. എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ കൊണ്ടുതരുന്നത്? എന്തുകൊണ്ടാണ്?
സ്റ്റീമിലിരിക്കുമ്പോൾ വെള്ളം തരുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അത്രയും ടയേർഡ് ആവില്ലേ, അതിന് നമ്മൾ സ്റ്റീമിൽ കയറുമ്പോൾ നമ്മുടെ ദേഹത്തുള്ള അത്രയും വെള്ളവും പോവാണ്. അപ്പൊ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് തലകറക്കം വരുന്നത്. അതുകൊണ്ട് നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ പറയും. പിന്നെ മസാജ് കഴിയുമ്പോൾ വെള്ളം കുടിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ നന്നായിട്ട് ബോഡി ഭയങ്കര ടയേർഡ് ആക്കി നമ്മളുടെ എല്ലാ പ്രഷറും ബോഡിക്ക് കൊടുത്ത് നമ്മൾ അത്ര ടയേർഡ് ആക്കും. നിങ്ങൾ അത്ര ടയേർഡ് ആവും. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടും തലകൾക്കും അങ്ങനത്തെ ക്ഷീണമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടെ ട്രീറ്റ്മെന്റ്, അതായത് മസാജ് കഴിയുമ്പോഴും സ്റ്റീം ബാത്ത് കഴിയുമ്പോഴൊക്കെ നമ്മൾ വെള്ളം തരുന്നതിന്റെ റീസൺ അതാണ്. അത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസമാണ്. കാരണം നമ്മളും ഈ പറഞ്ഞ പോലെ ഒരു സെറ്റ് ഓഫ് മസാജ് കഴിയുമ്പോൾ നമ്മൾ ടയേർഡാവും. അപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ഗ്ലാസ് വെള്ളമാണ് വരുന്നത്. ഇനി എന്താ തുടങ്ങല്ലേ, നമ്മളുടെ മുടി പുകച്ചിൽ, മൂക്കിലും എന്തൊക്കെ ഒഴിക്കും, മൂക്കൊണ്ട് മണപ്പിക്കും, അതിനൊക്കെ ശരിയായ പേരുകൾ ഇവർ പറയുന്നതാണ്. എനിക്ക് അതിന്റെ പേരുകൾ കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇനി ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ആദ്യം നമ്മൾ ആണുതൈര് ഒഴിക്കുക ചെയ്യുന്നത്. നമുക്ക് ഈ ജലദോഷവും പനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആണുതൈര് ആദ്യം ഒഴിക്കുക, ധൂമത്തിരി വലിപ്പിക്കുക ചെയ്യുന്നത്. ധൂമത്തിരി എന്ന് പറഞ്ഞത് ഞാനിപ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് വരുന്നതിന് മുമ്പ് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാവരും ഒരു ധൂപനം ചെയ്യണം കാണുമ്പോ ചുമക്കുക ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് വായിക്കൂടെ വിടാം എന്നുള്ളതാണ്. അപ്പൊ പുകയ്ക്കാൻ പോകണം മോനെ. കുളി കഴിഞ്ഞിട്ട് ചൂടോട് കൂടി ഒരു ഡ്രിങ്ക്, ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്ന സംഭവം. ബോഡി പരമായിട്ടും ഉള്ളിലേക്ക് കണ്ടിട്ട്. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അണുതൈലാണ്. ഈ ബോട്ടിലാണത്. 2 ഡ്രോപ്സ് വെച്ചിട്ട് 2 മൂക്കിൽ ഒഴിക്കും. അത് കോൾഡും ആഫ്റ്റർ നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. എന്നിട്ട് മൂക്കിൽ അടച്ചിട്ട് വലിച്ചു വിടാം. ഒരു ഓയിലാണത്. ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇത്ര ദിവസമായി കൊണ്ട് ശീലമായി. ആ സ്മെല്ലും ആ ടേസ്റ്റും നമുക്ക് തൊണ്ടയിലേക്ക് വരും. അടുത്ത സാധനം നമ്മൾ നോക്കോളാം. ഇനി അടുത്തത് ഇവിടെ നിന്ന് തന്നെ മേക്ക് ചെയ്യുന്ന കൺമഷിയാണ്. നമ്മളെടുത്ത് പറ്റണ്ട, ഇവരെടുത്ത് നമുക്ക് ആവശ്യത്തിന് തേച്ചെടുക്കും. ഇതിട്ടതിന് ശേഷം നമ്മള് കൺമഷി ഇട്ടുന്നൊരു ബോധം ഉണ്ടാവുക എന്നാണ് മെയിനായിട്ട് വേണ്ടത്. കണ്ണിന് തീരുമാനിക്കുക, അതാണ് മെയിൻ. ഇവിടുന്ന് ഹോം മെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി സാധനമാണ്. സ്മഡ്ജ് ആവും. അങ്ങനെ ഭയങ്കര കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. തിരുമ്പാണ്ടിരുന്നാൽ പ്രേതമല്ലാതെ നമുക്ക് വൈകുന്നേരം വരെ ഇരിക്കാം. അടുത്തത് ചുമ, ജലദോഷം, പനി എന്നിവയിൽ നിന്ന് ആശ്വാസം കിട്ടാൻ. ഇനി അടുത്തത് മുടി. ഇത് ശരിക്കും എന്തിനാ ചെയ്യണം? ഇത് മുടിയുടെ കാര്യത്തില്ലേ, അതൊക്കെ പോകാൻ. പിന്നെ മുടിക്ക് നല്ല മണം. മുടിയുടെ ഇതിലുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് മുടി കേസ് അതൊക്കെ വളരാൻ വേണ്ടിയാണ്. ട്രീറ്റ്മെന്റ് എടുത്താൽ ഇതൊക്കെ കിട്ടും. വീട്ടിൽ ഇതൊക്കെ ആര് ചെയ്തു തരാനാ? വീട്ടിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ പ്രഗ്നൻസിക്ക് എടുത്തേണ്ട ട്രീറ്റ്മെന്റ് എനിക്ക് ആഫ്റ്റർ ഇത് എടുത്തപ്പോഴാണ് എനിക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവുന്നത്. അവര് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെ നമ്മുടെ ശരീരത്തിൽ പരട്ടി വെച്ച് പോകാനല്ലാതെ നമ്മൾ നീര് കളയേ, നമ്മളിങ്ങനെ ടൊഴിയേ ഒന്നും എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്ക് കിട്ടിയിട്ടില്ല. സെക്കൻഡ് ഡെലിവറി ആയപ്പോഴാണ് ഇത് അത്രയും ഞാൻ ബോഡി ഫിറ്റായിരുന്നു. ഇത്രയും ട്രീറ്റ്മെന്റ്സ് കിട്ടുമ്പോഴാണ് നമ്മൾ അത്രയും റിലാക്സ്ഡ് ആയിട്ട് കിട്ടുന്നത്. കൊച്ചിനെ നോക്കാനാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കണം, നമ്മുടെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട്.
എനിക്ക് തോന്നുന്നു എല്ലാവരും ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രഗ്നൻസിക്ക് മാത്രമല്ല, നിങ്ങൾ ബോഡി അല്ലെങ്കിൽ മെന്റലി വീക്ക് ആണെങ്കിൽ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് എത്ര ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എന്തായാലും അടിപൊളിയാണ്, വേസ്റ്റ് ആവില്ല ഒരിക്കലും. നിങ്ങൾക്ക് അറിയാത്ത നിങ്ങളുടെ ബോഡിയിലുള്ള എല്ലാ നീരുകളും വേദനകളും ഇവര് കണ്ടുപിടിച്ച് അത് മാറ്റുന്നതായിരിക്കും, അത് ഷുവറാണ്. നമ്മൾ ഇങ്ങനെ എന്താ കുളി കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ സാധാരണ പറമ്പിലൊക്കെ പോത്തിനെ കിട്ടാറ്. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഇവിടെ പറമ്പിലൊക്കെ നമ്മൾ കുതിരകളാണ്. കുതിരകളുടെ ഒച്ച കേട്ടിട്ടാണ് നമ്മൾ കിടന്ന് ഉറങ്ങുക. ഉച്ചയ്ക്ക് ഉറങ്ങണത് തന്നെ അല്ലേ. കുതിരനെ കാണിച്ചത് കേട്ടോ. ഞാൻ ചോദിച്ചത് ഫസ്റ്റ് കണ്ടപ്പോൾ ഇവിടെ കുതിര, അതായത് ഹോഴ്സ് റൈഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹോഴ്സ് റൈഡിങ് അല്ല, ചുമ്മാ ഒരു രസത്തിന് മേടിച്ച് കേട്ടിരിക്കുകയാണ്. ഇനി ഫാമൊക്കെ ഉണ്ട്. അത് ഞാൻ ഇനി ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. നല്ല ഉഷാറായിട്ടുള്ള കുളി കഴിഞ്ഞു. ഇപ്പോൾ അതേ വയറുകെട്ടലും കഴിഞ്ഞു. ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരു കാര്യമുണ്ട്, അത് റൂമിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ഉണങ്ങാനുള്ളൊരു വാട്ടറാണ്, അത് നമ്മൾ ഇരിക്കണം. ഇനി അതാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ സ്റ്റീം ബാത്തും ഫുഡ് ബോഡി മസാജിൻ്റെ മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇലക്കിഴിയുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓരോ വീഡിയോസായിട്ടും ഇനി വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.